ഓക്കെ, നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ആനിമൽ കിങ്ഡം, ദെൻ പ്ലാന്റ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം നോക്കി. ഇതിനകത്ത് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ കിങ്ഡം ആണ്. പ്ലാൻ കിങ്ഡം അതും നമ്മുടെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ പ്ലാൻ കിങ്ഡത്തിന് മെയിനായിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും യൂസ്ഫുൾ ആണ്. ഈ ഒരു രീതിക്കാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. പ്ലാൻ കിങ്ഡത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതായത് ബോഡീനെ നമ്മുടെ സ്റ്റെമ്മ് സാധാരണ കാണുന്ന പോലെ പ്ലാന്റ്സിന് ഉള്ള പോലെ തന്നെ സ്റ്റെമ്മ്, റൂട്ട്, ലീഫ് എന്നൊക്കെ രീതിയിൽ തരംതിരിച്ചിട്ടുള്ളത്, തരംതിരിച്ചിട്ടില്ലാത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിൽ ആദ്യമേ രണ്ട് രീതി ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡി ഉള്ളത്, ഇല്ലാത്തത്. പിന്നെ വാസ്കുലാർ ടിഷ്യൂസ് ഉള്ളത്. വാസ്കുലാർ ടിഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈലോം ഫ്ലോയം അതുള്ളത്, അതില്ലാത്തത്. അപ്പോൾ അതില്ലാത്ത കൂട്ടത്തിലാണ് ബയോഫൈറ്റ് വരുന്നത്. അതുള്ള കൂട്ടത്തിലാണ് എന്ത് വരുന്നത്? ആക്ച്വലി വാസ്കുലർ ടിഷ്യൂ ഉള്ളതിനാണ് ടെർഡോഫൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജിംനോസ്പേം, ആൻജിയോസ്പേം ഒക്കെ വരുന്നത്. ഇതിൽ തന്നെ സീഡ് ഉള്ളത്, സീഡ് ഇല്ലാത്തത്. സീഡ് ഉള്ളതിന് ഇല്ലാത്ത കൂട്ടത്തിലാണ് ടെർഡോഫൈറ്റ് വരുന്നത്. സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഫാനറോഗ്രാംസ് എന്ന് പറയും. അതിൽ തന്നെ നേക്കഡ് സീഡാണെങ്കിൽ ജിംനോസ്പേം എന്നും, ദെൻ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ ആൻജിയോസ്പേം എന്നും പറയും. ദെൻ ഇതിൻ്റെ തന്നെ ആൻജിയോസ്പേമിൻ്റെ തന്നെ ക്ലാസിഫിക്കേഷനാണ് മോണോക്കോട്ട്, ഡൈക്കോട്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ഇതെല്ലാം നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജനറലായിട്ട് നമ്മുടെ പ്ലാൻ കിങ്ഡത്തിനെ ഇത്രയും രീതിക്കാണ് തിരിക്കുന്നത്: 1 ടാലോഫൈറ്റ്, 2 ബ്രയോഫൈറ്റ്, 3 ടെർഡോഫൈറ്റ്, 4 ജിംനോസ്പേം, 5 ആൻജിയോസ്പേം. ഇതിൽ ടാലോഫൈറ്റ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ, അതായത് നമ്മുടെ സ്റ്റെമ്മ്, ലീഫ്, റൂട്ട് ഇതേപോലുള്ള സ്ട്രക്ചറുകളൊന്നും കാണപ്പെടാത്തതിന് ടാലോഫൈറ്റ് എന്ന് പറയും. ആൽഗയാണ്. ആൽഗേനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ആ എക്സാമ്പിൾ വരുന്നതും ആൽഗേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ആ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് തൈറോയിഡ, യൂലോത്രിക്സ്, ക്ലാഡോഫോറ, ചാര എന്നൊക്കെ പറയുന്നത് തന്നെ അതിന്റെ എക്സാമ്പിളാണ്. നമ്മളപ്പോൾ ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. ഇനി വരുന്ന ബ്രയോഫൈറ്റ, ടെർഡോഫൈറ്റ അതേപോലുള്ള ഐറ്റംസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഇതെല്ലാം NCERT-നെ ബേസ് ചെയ്തിട്ടാണ്, NCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ബ്രയോഫൈറ്റിന്റെ ക്ലാസിഫിക്കേഷൻ അതെടുത്തു കഴിഞ്ഞാൽ ബ്രയോഫൈറ്റിൽ മെയിനായിട്ട് കാണപ്പെടുന്നത് മോസസും ലിവർവേഴ്സുമാണ് മെയിനായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ബ്രയോഫൈറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാമെന്ന് പറയാം. മോസസ് എന്നും ലിവർവേഴ്സ് എന്നും പറഞ്ഞ് തിരിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇതിനെ ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്ന് പറയും. ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം പല പല എക്സാമിനുകൾ ചോദിച്ചിട്ടുള്ളതാണ്. ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്നറിയപ്പെടുന്നത് ഏത് ഫൈലമാണ്, ഏത് പ്ലാന്റ് ഫൈലമാണ്? അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രയോഫൈറ്റ് ആണ്. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഇന്ന് കാണുന്ന രീതിയിൽ, പുറത്തൊക്കെ കാണുന്ന രീതിയിലുള്ള സ്റ്റെമ്മും ലീഫും അതുപോലുള്ള സ്ട്രക്ചറുകളില്ല. പക്ഷെ സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക് സ്ട്രക്ചറുകളാണ് ഉള്ളത്. ഓക്കെ, അതായത് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറലായിട്ട് കാണുന്ന പ്ലാന്റിന്റെ പോലത്തെ സ്ട്രക്ചറുകൾ, ലീഫ്, സ്റ്റെമ്മ് പോലത്തെ സ്ട്രക്ചറുകളില്ല. പക്ഷെ അതിനോട് സിമിലാരിറ്റി ഉള്ള സ്ട്രക്ചറുകളാണ് ഇതിനകത്ത് ഉള്ളത്. ഇപ്പോൾ റൂട്ടിന് പകരമായിട്ട് അവിടെ കാണുന്ന റൈസോഡ് ആയിരിക്കും. റൂട്ട് ലൈക്ക് സ്ട്രക്ചറിന് പറയുന്ന പേര് റൈസോഡ് ആയിരിക്കും. അതുപോലെ തന്നെ ലീഫ് ലൈക്ക് സ്ട്രക്ചറിന് അവിടെ പറയുന്ന പേര് ടാലസ് എന്നായിരിക്കും നമ്മുടെ ബ്രയോഫൈറ്റിൽ. ഓക്കെ, ഇതാണ് ആദ്യമേ ഈ പറയുന്ന ബ്രയോഫൈറ്റിനെ പറ്റി ഓർത്തിരിക്കാനുള്ള കേസ്. ഓക്കെ, ദെൻ ഇത് ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ക്രോമസോം മാത്രം ഉള്ള ഇതിനെ നമ്മൾ ഹാപ്ലോയിഡ് എന്നും, 2 സെറ്റ് ക്രോമസോമുകൾ ഉള്ളതിനെ ഡിപ്ലോയിഡ് എന്നും പറയും. ബ്രയോഫൈറ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബോഡി സ്ട്രക്ചർ ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ബോഡി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയും.
അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രക്ചറിനെ ഗ്യാമറ്റോഫൈറ്റ് എന്ന് നമ്മൾ പറയും. ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയും. അപ്പോൾ ആദ്യമേ ഓർത്തിരിക്കേണ്ടത് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഓക്കെ, ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം നമ്മൾ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോയിലാണ് ലീവ് ചെയ്യുന്നത്. അതായത് സോയിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ടൈമിൽ ഇതിന് വാട്ടർ ആവശ്യമാണ്. അതുകൊണ്ടാണ് ആക്ച്വലി ഇതിനെ എന്തു പറയുന്നത്. അല്ലാതെ നമ്മുടെ മറ്റ് എന്താ പറയുക, പ്ലാന്റ്സിന് ആനിമൽസിനെ പോലെ ഇതിനെ എഴഞ്ഞു നീങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇത് ലീവ് ചെയ്യുന്ന സോയിലാണ്. പക്ഷേ വാട്ടർ എപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ടൈമിൽ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് ബ്രയോഫൈറ്റിനെ പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ വെള്ളം ആവശ്യമായത് കൊണ്ട് തന്നെ ഇത് പൊതുവെ കാണപ്പെടുന്ന ഏരിയ ഡാംപ്, ഹ്യൂമിഡ്, ഷെയ്ഡി ലൊക്കേഷൻസുകളിലായിരിക്കും. ഷെയ്ഡി ലൊക്കേഷൻസ്, അതുപോലെ തന്നെ നനവുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഈ പറയുന്ന ബ്രയോഫൈറ്റ മെയിനായിട്ട് കാണപ്പെടുന്നത്. ഇതിനെ ആക്ച്വലി നമ്മൾ കണ്ടിട്ടുണ്ടാകും, പക്ഷേ ബ്രയോഫൈറ്റ ആണെന്ന് നമുക്കറിയത്തില്ലായിരിക്കും. ഓക്കെ, അപ്പം ഇനി ഞാൻ ആ ഗ്യാമേറ്റിലോട്ട് തന്നെ തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു ഹാപ്ലോയിഡ് ബോഡി ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, ഗ്യാമേറ്റ് മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവും, ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവും. മെയിൽ ഗ്യാമേറ്റ് അറിയപ്പെടുന്നത് ആന്തറോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്തറീഡിയം എന്ന് പറയുന്ന മെയിൽ സെക്സ് ഓർഗനാണ്. മെയിൽ ഗ്യാമേറ്റ് അറിയപ്പെടുന്നത് ആന്തറോഡ്സ് എന്നറിയപ്പെടും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്, നമ്മുടെ ആന്തറീഡിയം എന്ന് പറയുന്ന സെക്സ് ഓർഗനാണ്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ചോദിക്കാം. ദെൻ ഫീമെയിൽ സെക്സ് ഓർഗൻ അറിയപ്പെടുന്നത് ആർക്കിഗോണിയം എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ജനറലായിട്ട് നമ്മുടെ ബ്രയോഫൈറ്റിനെ പറ്റി ഓർത്തിരിക്കേണ്ട കേസുകൾ. ഓക്കെ, റൈസോയിഡ് എന്താണ്, അതെന്താണ്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ലിവർ വേർഡ്സ് നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് ക്ലാസിഫൈ എന്ന് പറഞ്ഞു. ലിവർ വേർഡ്സും അതുപോലെ തന്നെ മോസസും. ലിവർ വേർഡ്സ് മെയിനായിട്ട് മോയിസ്റ്റ് ഷെയ്ഡി ഹാബിറ്റാറ്റിലാണ് കാണപ്പെടുന്നത്. എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നമ്മുടെ സ്ട്രീമിൻ്റെ ബാങ്ക്സിൽ, അതുപോലെ തന്നെ മാഷി ഗ്രൗണ്ടിൽ, ഡാം സോയില്, ബാർക്ക് ഓഫ് ട്രീയിൽ, ഡീപ്പ് ഇൻ വുഡ്സ്, ഇതൊക്കെയാണ് നമ്മുടെ NCERT പറയുന്ന സ്ഥലങ്ങൾ. എവിടെയൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സ്ട്രീം ബാങ്ക്സിൽ, ബാങ്ക്സ് ഓഫ് സ്ട്രീംസ്, മാഷി ഗ്രൗണ്ട്, ഡാം സോയില്, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ഡീപ്പ് ഇൻ വുഡ്സ്, ഇവിടെയൊക്കെയാണ് ലിവർ വോർഡ്സിന് മെയിനായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഈ നമ്മുടെ ലിവർ വോർഡ്സിൻ്റെ ബോഡി സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് താലോയിഡ്. ലിവർ ബേർഡ്സിന്റെ ബോഡി സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് താലോയിഡ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഈ ടെക്നിക്കൽ ടൈം ഒക്കെ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്, അത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. ഓക്കെ, ഈ ഫ്രാഗ്മെന്റേഷനെ സഹായിക്കുന്ന ഒരു പ്രത്യേകതരം സ്ട്രക്ചർ ഇതിനകത്തുണ്ട്. അതിനെ നമ്മൾ ജെമ്മെ എന്ന് പറയും. ലിവർ ബേർഡ്സിന്റെ കേസിൽ ഈ പറയുന്ന ഫ്രാഗ്മെന്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെ നമ്മൾ ജെമ്മെ എന്ന് പറയും. ഓക്കെ, ജെമ്മെ എന്ന് പറയും. അത് നമ്മളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഒരുപാട് ഡീപ്പായിട്ട് കൊണ്ട് ജസ്റ്റ് ബേസിക് ആയിട്ട് ഇത് ആക്ച്വലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ +1 +2 സയൻസിൽ ഡീപ്പായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഒരു ബേസ് കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം. ഇതിൻ്റെ ഉള്ളിലോട്ടും കുറേ മൈറ്റോസിസ് കടന്ന് മിയോസിസ് കടന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അത്ര വേണ്ട. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറുകളെല്ലാം പഠിച്ചു വെക്കാം. ഇനി അടുത്ത ഐറ്റമാണ് മോസസ്. നമ്മൾ പറഞ്ഞു ലിവർ കേസിൽ സെക്കൻഡ് ആയിട്ട് വരുന്ന, ബ്രയോഫൈറ്റ്സിന്റെ കേസിൽ രണ്ടാമതായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് മോസസ്. ഓക്കെ, ഈ മോസസിന്റെ ലൈഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്യാമറ്റോഫൈറ്റ് ആണ്. ഇനിയിപ്പോൾ സപ്പോസ് ആരെങ്കിലും ഗ്യാമറ്റോഫൈറ്റും ഇതും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്യാമറ്റോഫൈറ്റ് ആയിരിക്കും എപ്പോഴും ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പോറോഫൈറ്റ് വരുമ്പോൾ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഗ്യാമറ്റോഫൈറ്റ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. അതായത് ഒറ്റ സെറ്റ് ഓഫ് ക്രോമസോം അതായിരിക്കും മെയിൻ വരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ സ്പോറോഫൈറ്റ് എന്തായിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും, 2 സെറ്റ് ഓഫ് വരുന്നത്. അപ്പോൾ 2 ഗ്യാമറ്റോഫൈറ്റ് ചേർന്നിട്ട് സ്പോറോഫൈറ്റ് ക്രിയേറ്റ് ചെയ്യും. പിന്നീട്
ഈ പറയുന്ന സ്പോറോഫൈറ്റ് സ്പോർസ് ക്രിയേറ്റ് ചെയ്യും മ്യൂസിസിലൂടെ. ഇത് വീണ്ടും എന്ത് ചെയ്തു, ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഇങ്ങനെ ഒരു ലൈഫ് സൈക്കിളാണ് അവിടെ നടക്കുന്നത്. അതൊന്നും അത്ര ഡീപ്പായിട്ടൊന്നും പോകണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് ബേസ് ഇട്ട് തന്നേ ഉള്ളൂ. ദെൻ മോസസിന്റെ ലൈഫ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഗ്യാമറ്റോഫൈറ്റ് ആണ്. ഉം. ഇത് തന്നെ രണ്ട് സ്റ്റേജ് ഉണ്ട്. പ്രോട്ടോണിമ എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്, ലീഫി സ്റ്റേജ് ഉണ്ട്. പ്രോട്ടോണിമ എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്, ലീഫി സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് മറ്റേ സ്പോർട്സിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് വരുന്ന സ്റ്റേജിനാണ് പ്രോട്ടോണിമ. അത് നമ്മൾ അത്ര ഡീപ്പായിട്ടൊന്നും പോകണ്ട, രണ്ട് സ്റ്റേജ് ഉണ്ട്, അത്ര മാത്രം പറഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇതിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ബഡ്ഡിങ് വഴിയാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് എന്ത്, എക്സാമ്പിളുകൾ. അപ്പോൾ ബ്രയോഫൈറ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കാം, നമ്മുടെ ബ്രയോഫൈറ്റിനെ കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ചങ്ങാതിമാരെല്ലാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാം പൊളിയാണ്, ബ്രോസ് എല്ലാം പൊളിയാണ്. പക്ഷെ സിഗരറ്റും അതൊക്കെ വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ ഫ്യൂണേറിയൻ എടുക്കുന്ന സമയം അവരുടെ എന്താ പറയാ, അവരവരെ തന്നെ കൊന്നുകൊണ്ടിരിക്കുക. ഫ്യൂണേറിയലിൽ എടുക്കേണ്ട സമയം. അവർ പൊളിയാണ്, പക്ഷെ ചീത്ത ശീലം ഉണ്ടെങ്കിൽ അവരെ ഫ്യൂണേറിയലിൽ എടുക്കുന്ന സമയം. ഓക്കെ. അപ്പോൾ എക്സാമ്പിളുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ബ്രയോഫൈറ്റി ആണ്. സോ പോളിട്രൈക്കം. ദെൻ ഫ്യൂണേറിയലിൽ എടുക്കേണ്ട ടൈം ആവും. സോ ഫ്യൂണേറിയൻ. ദെൻ സ്പാഗ്നം. ഇങ്ങനെയാണ് നമ്മുടെ മെയിനായിട്ട് ബ്രയോഫൈറ്റിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ തന്നെ വേണമെങ്കിൽ ചോദിക്കാം, ഈ പറയുന്ന ലിവർ വേർഡ്സും മോഡ്സസും ഏതിന്റെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആ ഒരു രീതിക്ക് ക്വസ്റ്റ്യൻ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ടേർഡോഫൈറ്റ്സിന് മെയിനായിട്ട് കാണുന്ന ഹോസ്റ്റയിലും അതുപോലെ ഫോൺസുമാണ്. ഹോസ്റ്റയിൽ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള സ്ട്രക്ചർ, ഇതുപോലുള്ള ചെടികളെയാണ് നമ്മൾ ഹോസ്റ്റയിൽ എന്ന് പറയുന്നത്. കുതിര വാല് പോലെ ഇരിക്കും. ഇതിന് ഒരുപാട് എന്താ പറയുക, എക്കണോമിക്കൽ ആയിട്ടുള്ള പർപ്പസുകളുണ്ട്. അതായത് നമുക്ക് ഒരുപാട് രീതിയിൽ ഇത് യൂസേജ് ഉണ്ട്. മെഡിസിനൽ പർപ്പസിന് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകളൊക്കെ നല്ല ആഴ്ന്നിറങ്ങിയത് കൊണ്ട് സോയിലിനെ ബൈൻഡ് ചെയ്ത് നിൽക്കാൻ സഹായിക്കും, മണ്ഡലുപ്പിന്നൊക്കെ തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ ഓർണമെന്റൽ പർപ്പസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇല്ലേ, അതിനൊക്കെ എടുക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ പർപ്പസിന് വേണ്ടി ഇതിനെ വളർത്തുന്നതൊക്കെ കാണാം. അപ്പോൾ മെഡിസിനൽ പർപ്പസിന് യൂസ് ചെയ്യും, സോയിൽ ബൈൻഡേഴ്സ് ആണ്. അതുപോലെ തന്നെ ഓർണമെന്റ്സിന്റെ പ്രിപ്പറേഷൻ. ഓർണമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഭരണങ്ങൾ എന്ന രീതിയിലല്ല, മറ്റേ ഡെക്കറേറ്റീവ് ഐറ്റം ആ ഒരു രീതിക്ക്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് സ്ട്രക്ചറിൽ ആദ്യമായിട്ട് വാസ്കുലാർ ടിഷ്യൂസ് നമ്മൾ ആ ഒരു ഫ്ലോ ചാർട്ടിൽ കണ്ടു. അതായത് സൈലോം ഫ്ലോയം കാണപ്പെടുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷനിലാണ്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് സ്ട്രക്ചറും കാണപ്പെടുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷനിലാണ്. മെയിനായിട്ട് ഏതിൽ, ടെറഡോഫൈറ്റിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ലീഫ് സ്ട്രക്ചറും കണ്ടു, റൂട്ട് സ്ട്രക്ചറും കണ്ടു. ഇനി കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ടെറഡോഫൈറ്റ്സിൻ്റെ ലീഫ് തന്നെ രണ്ട് തരത്തിൽ കാണാം. ഒന്ന് മാക്രോഫിൽ എന്നും പറഞ്ഞു കാണും, രണ്ടാമത്തെ മൈക്രോഫിൽ. അതായത് ചെറിയ ചെറിയ ലീഫ് ഉള്ളത്, അതുപോലെ തന്നെ വലിയ വലിയ ലീഫ് ഉള്ളത്. ഈ മൈക്രോഫില്ലിന് ചെറിയ ടൈപ്പ് ഉള്ളതിൻ്റെ എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. മൈക്രോഫില്ലായിട്ടുള്ള ലീഫ് ഉള്ളതിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ സെലാജിനെല്ല എന്ന് പറയും. ഈ ഒരു ടൈപ്പ് ചെടീനെ നമ്മൾ സെലാജിനെല്ല എന്ന് പറയും. അത് ഈ പറയുന്ന ടെറഡോഫൈറ്റിന് എക്സാമ്പിളാണ്. ഓക്കെ. ദെൻ വലിയ ലീഫുള്ള സ്ട്രക്ചറുകളും ഉണ്ട്. കണ്ടോ, ഈ താഴെ കാണുന്നത് വലിയ ലീഫുള്ള സ്ട്രക്ചറുകളാണ്. മറ്റത് തീരെ ചെറിയ ലീഫുള്ള. അപ്പോൾ വലിയ ലീഫുള്ളതിന് മാക്രോഫിൽ എന്നും ചെറിയ ലീഫുള്ള സ്ട്രക്ചറിനെ മൈക്രോഫിൽ എന്നും പറയും. ഓക്കെ. ആദ്യമേ തന്നെ ഓർക്കുക, ഇവിടെ ലീഫ് വരുന്നുണ്ട്, ലീഫും സ്റ്റെമ്മും സ്ട്രക്ചറൊക്കെ വരുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ദെൻ ഇതിൻ്റെ ബോഡിയിൽ നിങ്ങൾക്ക് ഈ മഴക്കാലത്തൊക്കെ സൈഡിലൊക്കെ കാണുന്ന ടൈപ്പ് ചെടികളാണ് ഈ ഒരു സാധനം. നിങ്ങൾ പലയിടത്തൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചെടീനെ. ഓക്കെ. അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ ഇതേപോലെ ഇങ്ങനെ ചെറിയ ഡോട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അപ്പോൾ ഈ ഒരു സ്ട്രക്ചറുകൾക്കും പേരുണ്ട്. ആ ഒരു സ്ട്രക്ചറിൻ്റെ പേരാണ്, ആ ചെറിയ ഡോട്ട് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്പൊറാഞ്ചിയ എന്ന് പറയും. ആ കാണുന്ന ഡാർക്ക് കളറില, ഇതാണ് ആ ചെടി.
ഇതാണ് ആ ചെടി. അതിനെ സൂം ചെയ്തിട്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെയുള്ള സ്ട്രക്ചറുകൾ കാണപ്പെടുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് സ്പൊറാഞ്ചിയ. സ്പൊറാഞ്ചിയ. ഈ സ്പൊറാഞ്ചിയ എന്ത് ചെയ്യും? സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. ദെൻ ചില പ്ലാന്റ്സിനകത്ത് ഈ സ്പോറോഫില്ലുകൾ ഒരുപാട് കൂടി ഇരിക്കുന്നതായിട്ട് കാണും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പൊതുവെ പറയുന്ന സ്ട്രോബി എന്നാണ് പറയുന്നത്. നമ്മളിത് പിന്നീട് ജിംനോസ്പേബിലും ഇതേപോലെയുള്ള സ്ട്രോബി സ്ട്രക്ചറുകളൊക്കെ നമ്മൾ പഠിക്കും. സ്ട്രോബി എന്നാണ് പറയുന്നത്. ഇത്ര ഡീപ്പായിട്ടൊന്നും സ്ട്രോബിലി എന്നാണ് പറയുന്നത്. ഇത്ര ഡീപ്പായിട്ടൊന്നും പോകണ്ട. ജസ്റ്റ് നമ്മൾ ബേസ് ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ. ദെൻ ഇതിൽ നമ്മൾ പറയുന്ന നേരത്തെ പറഞ്ഞ മാക്രോഫില്ലിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല. ഫേൺസ്. ഈ ഫേൺസ് മാക്രോഫില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ലീഫ് ഉള്ളതിന്റെ എക്സാമ്പിളാണ് ഈ പറയുന്ന ഏതെന്ന് പറയുന്നത് നമ്മുടെ ഫേൺസ്. ഫേൺസ്. ഓക്കെ. ഇനി അടുത്തത് ഇതിന്റെ സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞില്ലേ? ഈ സ്പൊറാഞ്ചിയുടെ യൂസ് നമ്മൾ എന്താണെന്ന് പറഞ്ഞില്ല. സ്പൊറാഞ്ചി ആക്ച്വലി ഇതിന്റെ റിപ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഇതിന്റെ റിപ്രൊഡക്ഷൻ കൂടി സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ പറയുന്ന സ്പൊറാഞ്ചിയ. ഈ സ്പൊറാഞ്ചിയയുടെ അകത്ത് കുറെ സ്പോറുകൾ കാണും. ഇത് മണ്ണിൽ പൊട്ടി വീഴും. ഈ സ്പൊറാഞ്ചിയയുടെ അകത്ത് സ്പോറുകൾ കാണും. ഇത് മണ്ണിൽ പൊട്ടി വീഴും. എന്നിട്ട് ഇത് ഫ്രീ ലീവിങ് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ ഫോം ചെയ്യും. അതിനെ നമ്മൾ പ്രോത്താലസ് എന്ന് പറയും. ഇതൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇത്രയും ഡീപ്പായിട്ട് നിങ്ങൾ കയറിയില്ലേലും ജസ്റ്റ് ടേർഡോഫൈറ്റ് എന്താണ്, അതിൽ വാസ്കുലാർ ടിഷ്യം ആദ്യമായിട്ട് കാണപ്പെടുന്നു, പ്ലാന്റ് ബോഡി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണപ്പെടുന്നു, ഫേൺസ് അതുപോലെ തന്നെ ഹോസ്റ്റയിലൊക്കെയാണ് മെയിനായിട്ട് വരുന്നതെന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ദെൻ ഇതിൻ്റെ ഞാൻ പറഞ്ഞു സ്പൊറാഞ്ചിയ എന്ന് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് തന്നെ രണ്ട് രീതിക്കുണ്ട്. രണ്ട് രീതിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് സ്പോർ ഉള്ളതിനെ നമ്മൾ ഹോമോസ്പോർസ് എന്ന് പറയും. ഓക്കെ. സ്പൊറാഞ്ചിയ എന്ന് സ്പോർ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരേ ടൈപ്പ് ഉള്ളതിനെ നമ്മൾ ഹോമോസ്പോറസ്, ഒരേപോലുള്ള സ്പോറസ്. ദെൻ ഡിഫറെന്റ് ടൈപ്പ് ഉള്ളതിനെ ഹെറ്ററോസ്പോറസ് എന്ന് പറയും. ഹെറ്ററോസ്പോറസ്. ഓക്കെ. ഡിഫറെന്റ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ചെറിയ സ്പോറുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മൈക്രോ എന്ന് പറയും. വലിയ സ്പോർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മാക്രോ എന്ന് പറയും. അത്രേ ഉള്ളൂ. ഇതില് മൈക്രോസ്പോറിൽ നിന്ന്, അതായത് ചെറിയ സ്പോറിൽ നിന്നാണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ജെർമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിയ മെഗാസ്പോറിൽ നിന്നാണ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. വേറെ ഒന്നും നമുക്ക് എക്സ്ട്രാ ഒന്നും നോക്കാനില്ല. പിന്നെ ടേർഡോഫൈറ്റിനെ നമുക്ക് 4 ക്ലാസ്സസ് ആയിട്ട് തിരിക്കാം. 4ആയിട്ട് തിരിക്കാം ടേർഡോഫൈറ്റിനെ. അതിൽ ആദ്യം വരുന്നതിന് നമ്മൾ എല്ലാത്തിനും നമ്മൾ പിട എന്ന് പറഞ്ഞാണ് വരാൻ പോകുന്നത്. ഓക്കെ. അതായത് ടേർഡോഫൈറ്റിനെ 4 ക്ലാസ്സസ് ആയിട്ട് തിരിക്കും. അതിന് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സൈലോസ്പിഡ. സൈലോപ്സിഡ. ഓക്കെ. ഈ സൈലോപ്സിഡയുടെ എക്സാമ്പിൾ ആണ് സൈലോട്ടം. ഇനി രണ്ടാമത്തെ ക്ലാസ്സിൽ വരുന്നതാണ് ലൈക്കോസ്പിഡ. ലൈക്കോസ്പിഡ. ഈ ലൈക്കോസ്പിഡയുടെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം പ്ലാന്റ്സ് ആണ് കേട്ടോ. സെലാജിനല്ലയും അതുപോലെ തന്നെ ലൈക്കോസ്പിഡിയും. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സെഫനോസ്പിഡ. അതിൽ വരുന്ന എക്സാമ്പിളുകളാണ് ഇക്വിസിറ്റോ. അതിൽ വരുന്ന എക്സാമ്പിളാണ് ഇക്വിസിറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല. നിങ്ങൾ കുറച്ചും ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ചെടി കണ്ടില്ലേ? ഈ ഒരു ചെടിയുടെ ടെക്നിക്കൽ നെയിമാണ് അല്ലെങ്കിൽ ഒറിജിനൽ നെയിമാണ് ഇക്വിസിറ്റർ. ഓക്കെ. ആ ടൈപ്പ് ചെടികൾ. ഓക്കെ. ഇനി ഏറ്റവും അവസാനമാണ് ടെറോസ്പിഡ. നാലാമതായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ടെറോസ്പിഡ. അതിൽ വരുന്ന എക്സാമ്പിളുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം NCERT ബേസ് ചെയ്തിട്ടാണ്. ഡ്രയോപ്റ്റെറിസ്, അഡിയാൻഡർ.
അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഒന്ന് സൈലോസ്പിഡ, അതിൻ്റെ എക്സാമ്പിളാണ് സൈലോപ്റ്റം. ദെൻ സെലാജിനല്ലേ ലൈക്കോസ്പോഡിയോ, ലൈക്കോസ്പിഡയുടെ എക്സാമ്പിൾ. ദെൻ ഇക്വിസിറ്റം, ഹോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഫിഗർ കാണിച്ചത്, അതാണ് സെഫനോസ്പിഡ എന്ന് പറയുന്നത്. ദെൻ മറ്റേത് ടെറോസ്പിഡ, ഡ്രയോപ്റ്റെറിസം, ടെറിസം, അഡിയാൻഡോ. ഇതാണ് നമ്മുടെ ടെറിഡോസ്പൈറ്റിൽ അടുത്ത എക്സാമ്പിളായിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ജിംനോസ്പം. ജിംനോ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ നേക്കഡ് സ്പീഡ് എന്നാണ്. ജിംനോസ്പേം എന്നതിന്റെ മീനിങ് നേക്കഡ് സ്പീഡ് എന്നാണ്. ജിംനോ മീൻസ് നേക്കഡ്, സ്പേം മീൻസ് സീഡ്. അതായത് ബാക്കിയുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഫ്രൂട്ടിന്റെ സീഡിനെ കവർ ചെയ്തിട്ട്, ഒരു ആവരണം ഉണ്ടാവും, ഒരു നമ്മുടെ ഓവറി വാളിന്റെ ആവരണം ഉണ്ടാവും. പക്ഷേ ജിംനോസ്പേമിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്തിട്ട്, അതായത് സീഡ് നേക്കഡ് ആയിരിക്കും, അതായത് ഓവറി വാൾ എൻക്ലോസ് ചെയ്യാതെയാണ് ഇത് കാണപ്പെടുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു സ്ട്രക്ചറിൽ, ഇത് ആൻജിയോസ്പേമിന്റെ സ്ട്രക്ചറാണ്, അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഈ സീഡിനെ കവർ ചെയ്തിട്ട് എന്തുണ്ടാവും, വോൾ ഉണ്ടാവും, ഓവറി വാൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നേക്കഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം ജിംനോസ്പേമിന്റെ ആദ്യത്തെ പഠിക്കാനുള്ള സംഭവം തന്നെ ഇതെന്താണ്, നേക്കഡ് സീഡാണ്. ബിയർ നേക്കഡ് സീഡ്. പിന്നെ ഇതിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടാപ്പ് റൂട്ട്, അതായത് നിങ്ങൾ ചെടികളൊക്കെ കണ്ടിട്ടുണ്ടാവും, ടാപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ ഒരു തായ്വേര് കാണും, അതിൽ നിന്ന് ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണും. അതേസമയം നമ്മുടെ തെങ്ങ്, അതുപോലെ തന്നെ പുല്ല് കണക്കിനുള്ള ചെടികൾക്കാണെങ്കിൽ ഈ സ്റ്റെമ്മിന്റെ അറ്റത്തുനിന്ന് തന്നെ കുറെ ഇങ്ങനെ നാര് പോലുള്ള സ്ട്രക്ചറാണ്. ഇങ്ങനെ മെയിൻ ആയിട്ടൊരു എന്താ പറയാ, റൂട്ടിന്റെ തായ്വേര് പോലത്തെ സെറ്റപ്പ് കാണത്തില്ല. അപ്പോൾ ഈ പറയുന്ന ജിംനോസ്പേം സ്പീഷീസിൽ കൂടുതലും ടാപ്പ് റൂട്ടാണ് കാണപ്പെടുന്നത്. കൂടുതലെന്നേ ഞാൻ പറയുള്ളൂ, ഫുള്ള് അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ ഓർത്തിരിക്കേണ്ടത്, ഈ ജിംനോസ്പേമിൽ രണ്ട് രണ്ട് ടൈപ്പ് ചെടികൾ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബെനഫിറ്റ് ഉള്ള രീതിയിൽ വേറൊരു ഓർഗാനിസവുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യം നോക്കേണ്ടത് പൈനസ് ട്രീ മൈക്കോറിസ എന്ന് പറയുന്ന ഫംഗസുമായിട്ട് പൈനസ് ട്രീ ഫംഗസുമായിട്ട് അസോസിയേഷൻ കൂടിയിട്ട് ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് മൈക്കോറിസ എന്ന് പറയുന്നത്. അതായത് പൈനസ് ട്രീ ഫംഗൽ അസോസിയേഷനുമായിട്ട് ചേർന്നിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറാണ് മൈക്കോറിസ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ സൈക്കസ് ട്രീ ഈ സൈക്കസ് ട്രീ സയനോ ബാക്ടീരിയ, നൈട്രജൻ ഫിക്സിംഗ് ടൈപ്പാണ് ഈ സയനോ ബാക്ടീരിയ. ഇതുമായിട്ട് അസോസിയേഷൻ ഫോം ചെയ്യുന്നുണ്ട്, സിംബയോട്ടിക് റിലേഷൻ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ പൈനസ് ട്രീ ഫംഗസുമായിട്ട് മൈക്കോറിസ സ്ട്രക്ചർ ഫോം ചെയ്യും. അതുപോലെ തന്നെ സൈക്കസ് ട്രീ നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ ആയിട്ടുള്ള സയനോ ബാക്ടീരിയ ആയിട്ട് സിംബയോട്ടിക് റിലേഷൻ ഫോം ചെയ്യും. ഇത് രണ്ടും ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഓർത്തി വെക്കേണ്ടതാണ്. ഓക്കെ, ദെൻ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ ഈ ഒരു സ്ട്രക്ചറിനും ഒരു പേരുണ്ട് സത്യം പറഞ്ഞാൽ. ഇതിന്റെ ഈ സ്പോറോഫില്ലുകൾ, ഇത് ഹെട്രോസ്പോറസ് ആണ്. ഹെട്രോസ്പോറസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ടൈപ്പ് സെയിം ആയിരിക്കത്തില്ല, ഡിഫറെന്റ് സ്ട്രക്ചർ, ഡിഫറെന്റ് സൈസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ മൈക്രോ എന്തിനായിരിക്കും, മെയിൽ ഗ്യാമറ്റിനും ഇവിടെ മെഗാ ഫീമെയിൽ ഗ്യാമറ്റ്. അതുപോലെ തന്നെ ഈ സ്പോറോഫില്ല് ഒരു ആക്സിസിന് ചുറ്റുമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്പോറോഫില്ലുകൾ ഒരു ആക്സിസിന് ചുറ്റുമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനെ നമ്മൾ സ്ട്രോബീലി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കോൺ എന്ന് പറയും. കോമൺ ആയിട്ട് സ്ട്രോബീലി അല്ലെങ്കിൽ കോൺ എന്ന് പറയും. ഈ ഒരു സ്ട്രക്ചറിനെ ഒരു ആക്സിസിന് ചുറ്റും ഈ സ്പോറോഫില്ലുകൾ അടുക്കി 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 വെച്ചിരിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും, സ്ട്രോബീലി അല്ലെങ്കിൽ എന്തെന്ന് പറയും, കോൺ എന്ന് പറയും. ഇതിൽ തന്നെ നമ്മുടെ ഈ പ്ലാന്റിന്റെ ജിംനോസ്പേമിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ
ഇതിൽ മെയിലും ഫീമെയിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ ഫീമെയിലാണ്, സൈസ് കൂടുതലാണ്, സൈസ് വലിയതായിരിക്കും. മെയിൽ എടുത്തു കഴിഞ്ഞാൽ തീരെ ചെറിയ സൈസ് ആയിരിക്കും. നിങ്ങൾ ചുമ്മാ നെറ്റിൽ ചുമ്മാ ജിംനോസ്പേം, മൈക്രോസ്പൊറാഞ്ചിയ, അതുപോലെ തന്നെ മെഗാസ്പൊറാഞ്ചിയ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അല്ലെങ്കിൽ മെയിൽ സ്ട്രോബീലി അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബീലി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ വലിയ സ്ട്രക്ചറാണ്. മറ്റേ ചെറിയൊരു സ്ട്രക്ചർ, ഇങ്ങനെ ഒരു ചെറിയൊരു സ്ട്രക്ചർ, ഇങ്ങനെ കൂടിക്കൂടിയിരിക്കുന്ന ചെറിയൊരു സ്ട്രക്ചറായിട്ട് കാണാൻ പറ്റും. അതാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഐറ്റം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ എക്സാമ്പിളുകൾ പഠിച്ചു വെക്കണം അല്ലേ. പൈനസും സൈക്കസും തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഡിയോഡർ, ഇതെല്ലാം ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ജിംനോസ്പേമിൻ്റെ ഡിയോഡർ. ഓക്കെ, ജിമ്മിൽ പോകാനൊക്കെ നമ്മൾ ഡി ഡിഒ യൂസ് ചെയ്യും. ഡിഒ യൂസ് ചെയ്യുന്ന ഓർത്ത് വെക്കും. ദെൻ പൈനസ് മറക്കരുത്. പൈനസ് കാരണം നേക്കഡ് സ്പീഡ് എന്നൊക്കെ പറയും. നേക്കഡ് സീഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടി വരേണ്ട ഈ ഒരു സ്ട്രക്ചറാണ്. ഈ ഒരു എന്താ പറയുന്ന ചെടിയുടെ സ്ട്രക്ചറാണ് ജിംനോസ്പേം എന്ന് പറയുമ്പോൾ. നേക്കഡ് സീഡ് എന്ന് പറയുമ്പോൾ ഓടി വരേണ്ടത്. ഇനി ഏറ്റവും അവസാനത്തെ ക്ലാസിഫിക്കേഷൻ ആൻജിയോസ്പേം. ആൻജിയോസ്പേം എന്ന് പറയുമ്പോൾ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ പൊതുവെ പുറത്തൊക്കെ കാണുന്ന ഫ്ലവർ ബിയർ ചെയ്യുന്ന പ്ലാന്റ്സുകളാണ് ഈ പറയുന്ന ആൻജിയോസ്പേം. ഇതിന് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഫുഡിന്റെ ആവശ്യത്തിന് യൂസ് ചെയ്യും. ഫോഡർ, വൈക്കോല് പോലുള്ള ആവശ്യത്തിന്, ഫ്യൂവല്, മെഡിസിൻ, ഇതിന്റെ അങ്ങനെ പല പർപ്പസിനായിട്ട് ഇതിനെ യൂസ് ചെയ്യാറുണ്ട് ആൻജിയോസ്പേം. ഓർത്ത് വെക്കുക, ഫ്ലവർ ബിയറിംഗ് ആണ് ഫ്ലവർ ബിയറിംഗ്. ദെൻ ഇതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ പറയാൻ വിട്ടുപോയൊരു കേസ്, നമ്മുടെ ഫ്ലവർ പ്ലാന്റ്സിന്റെ കേസിൽ ഏറ്റവും വലിയ, ഏറ്റവും നീളമുള്ള പ്ലാന്റ്, ഏറ്റവും നീളമുള്ള പ്ലാന്റ് ഏത് ക്ലാസ്സിലാണ് അല്ലെങ്കിൽ ഇതിൽ ഏത് ഫൈലത്തിലാണ് പറഞ്ഞതെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിംനോസ്പേമിലാണ്. നമ്മൾ റെഡ് വുഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ കണ്ടിട്ടുണ്ടാവും. റെഡ് വുഡ് ട്രീ ആണ് ഏറ്റവും വലിയ ട്രീ. അത് ആക്ച്വലി ആൻജിയോസ്പേം അല്ല വരുന്നത്. റെഡ് വുഡ് ട്രീ വരുന്നത് ജിംനോസ്പേമിലാണ് വരുന്നത്. അപ്പോൾ അത് തെറ്റിക്കരുത്. ആൻജിയോസ്പേമിന്റെ കേസിൽ ഏറ്റവും വലിയ ട്രീ ആയിട്ട് വരുന്ന യൂക്കാലിപ്റ്റസ് ആണ്. മറ്റേ വിക്സിന്റെ മണമുള്ള ചെടികൾ. ഓക്കെ, ഇനി ആൻജിയോസ്പേമിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ കൂട്ടിലിടാം. അതായത് നിങ്ങളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ മാങ്ങയുടെ ഒക്കെ അകത്തുള്ള ആ സീഡ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാക്കി എടുക്കാൻ പറ്റും. നമുക്ക് രണ്ട് കഷ്ണം, അല്ലെങ്കിൽ പയറിനെ രണ്ട് കഷ്ണമായിട്ട് മാറ്റിയിടാം. പക്ഷെ അതേസമയം ചോളം പോലുള്ള സാധനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഒറ്റ എന്താ പറയുക പാട്ട് മാത്രമായിട്ടാണ് കാണുന്നത്. കടല, പയറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ രണ്ട് കഷ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ രണ്ട് കഷ്ണമുള്ളതിനെ നമ്മൾ ഡൈക്കോട്ട് എന്നും ഒറ്റൊരു കഷ്ണം മാത്രമുള്ളതിന് മോണോക്കോട്ട് എന്നും പറയും. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ മോണോക്കോട്ട് ട്രീസിനെ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. അതിന്റെ റൂട്ട് എപ്പോഴും ഫൈബ്രസ് ആയിരിക്കും. അതുപോലെ തന്നെ ലീഫ് നമ്മുടെ ഇതേപോലെ തന്നെ സ്ട്രീം ലൈൻ ആയിരിക്കും. ഒറ്റ ലൈൻ പോലെ ഇങ്ങനെ പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. പാരലായിട്ടായിരിക്കും ഇതിന്റെ ഇലയിൽ ആ വെയിൻസ് പോയിരിക്കുന്നത്. ഓക്കെ, പക്ഷെ അതേസമയം ഇവിടെ ഡൈക്കോട്ടിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാപ്പ് റൂട്ട് ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. ഇതാണ് ആൻജിയോസ്പേമിന്റെ കേസിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള എക്സാമ്പിൾ. നമ്മൾ ഇവിടെ കാണുന്ന, പുറത്ത് കാണുന്ന എല്ലാ മോണോക്കോട്ടും ഡൈക്കോട്ടും തെങ്ങ്, വാഴ എല്ലാം തന്നെ നമ്മുടെ ആൻജിയോസ്പേമിന് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, ഫ്ലവർ ചെയ്യുന്ന ഏത് ചെടി എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തിന്റെ എക്സാമ്പിളായിട്ട് പറയും? ആൻജിയോസ്പേമിന്റെ എക്സാമ്പിളായിട്ട് പറയും. ഓക്കെ, നമുക്ക് ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം സ്ട്രെച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ ടേബിൾ അങ്ങനെ തന്നെ പഠിക്കാം. ദെൻ താലോഫൈറ്റ ആൽഗയാണ് മെയിനായിട്ട് വരുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ദെൻ ബ്രയോഫൈറ്റ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് അറിയപ്പെടുന്നു. ദെൻ മെയിനായിട്ട് ലിവർവോർട്സും മോസ്റ്റും ആണ് വരുന്നത്. ദെൻ അതിൻ്റെ ബോഡി സ്ട്രക്ചറിൽ റൈസോഡ് വരുന്നു, അതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ അടുത്ത കേസ്, ഇതിന്റെ എക്സാമ്പിളുകൾ ഒന്ന് ഓർത്ത് വെക്കുക. എക്സാമ്പിളായിട്ട് നമ്മൾ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു ആ ചെടിയുടെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ പറ്റുമെങ്കിൽ ആന്ത്രീഡിയോ ആർക്കിഗോണിയം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ടേർഡോഫൈറ്റിന്റെ കേസിൽ ഹോസ്റ്റൈലും ഫോമസും, മാക്രോഫില്ലും മൈക്രോഫില്ലൊക്കെ അത്ര ഡീപ്പായിട്ട് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. എക്സാമ്പിൾ പിന്നെ 4 ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർത്ത് വെക്കുക.
സ്പൊറാഞ്ചിയ സ്ട്രക്ചർ ഉണ്ടെന്ന് മാത്രം ഓർത്ത് വെക്കുക, ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. ദെൻ ജിംനോസ്പേമിന്റെ കേസിൽ ഏറ്റവും നീളം കൂടിയ ട്രീ ഇതിനകത്തൊന്ന് ഓർത്ത് വെക്കുക, നേക്കഡ് സീഡാണെന്ന് ഓർത്ത് വെക്കുക. ദെൻ പൈനസ് ഓർത്ത് വെക്കുക, സൈക്കസ് ഓർത്ത് വെക്കുക, പറ്റുമെങ്കിൽ അതിന്റെ സിംബയോട്ടിക് റിലേഷൻസും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇത് ഫ്ലവറും പ്ലാന്റ്സ് ആണെന്ന് ഓർത്ത് വെക്കുക, മോണോക്കോട്ട് ഡൈക്കോട്ട് എന്ന് പറഞ്ഞ് തിരിച്ചിരിക്കുന്നെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ആൻജിയോസ്പേമിന്റെ കേസിൽ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഇൻ ഫ്ലവേഴ്സ് നമുക്ക് ഓർക്കണം. കാരണം ഈ ഫ്ലവറിൽ തന്നെ മെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്. മെയിൽ സെക്സ് ഓർഗനെ സ്റ്റേമൻ എന്ന് പറയും, അതിൽ ആന്തറും ഫിലമെന്റ്സും ഉണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ സെക്സ് ഓർഗനെ നമ്മൾ പിസ്റ്റിൽ എന്ന് പറയും. ഫീമെയിൽ സെക്സ് ഓർഗനെ നമ്മൾ എന്തെന്ന് പറയും? പിസ്റ്റിൽ എന്ന് പറയും. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മാൻ കിങ്ഡത്തിന്റെ കേസിൽ നോക്കാനുള്ളത്.